വൈ ഡോണ്ട് യു ഫോക്കസ് ഓൺ ടൂ വീലേഴ്സ്? നമ്മുടെ ഓലയ്ക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. അത് അവർക്ക് മാത്രമേ ഉള്ളെന്ന് ഞാൻ ഇന്നേ വരെ എൻ്റെ ലൈഫിൽ ചെയ്തിട്ടില്ല. അത് വാങ്ങിയിട്ട് ഞാൻ ഉണ്ട്. ഓല, എയ്ത്തർ, ഇവർക്കൊക്കെ വേണ്ടി ഒരു നിങ്ങളുടെ ഈ സെയിം നെറ്റ്വർക്കിൽ ഇത് ആഡ് ഓൺ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഒരു സിസ്റ്റം നമ്മുടെ ചാർജേഴ്സിൻ്റെ അവിടെ ഒരു 3.3 സാധാ പവർ പ്ലഗ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിൽ ഫാസ്റ്റ് ചാർജിങ് നടക്കില്ല. ഞാൻ ഫാസ്റ്റ് ചാർജിങ് ഉദ്ദേശിച്ചത്. അത് പറയാനുള്ളൊരു കാര്യം പറയാം. എനിക്ക് തൃശ്ശൂർ ഒരു വീടുണ്ട്, കൊല്ലത്ത് വീടുണ്ട്. ഞാൻ തൃശ്ശൂരെ വീട്ടിൽ നിന്ന് കൊല്ലത്തിലേക്ക് ഈ ഓല എടുത്ത് മാറ്റി വെക്കാൻ തീരുമാനിച്ചു. അപ്പം ട്രെയിനിൽ വിടാൻ നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഇത് ബോംബാണ്, ഞങ്ങൾ ബാറ്ററിയാണ്. അങ്ങനെ തന്നെ പറഞ്ഞു, ഇത് ബോംബാന്ന് പറഞ്ഞു. ഞാൻ ഓടിച്ചു വരാൻ തീരുമാനിച്ചു. നിങ്ങളുടെ അവിടുത്തെ ലുലുവിൻ്റെ അവിടെ അന്ന് അവിടെ ബിസി ആയിരുന്നു. അവിടെ ഒരു ചാർജറേ ഉള്ളൂ. അപ്പോൾ ഞാൻ 1 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തു. രാത്രിയാണ്. പിന്നെ ഓലയുടെ ഒരു ഫാസ്റ്റ് ചാർജർ ഇവിടെ ഒരു BPCL പമ്പിൽ അതിന്റെ ഗണ്ണില്ല, വയറ് മാത്രം ഇങ്ങനെ പിരിന്നിരിക്കും. അതായിരുന്നു അന്നത്തെ അവസ്ഥ. ഇത് 1.5 വർഷം മുമ്പ്. പിന്നെ നിങ്ങളുടെ തന്നെ ഉനിച്ചിറ ഭാഗത്ത് ഒരെണ്ണം ഉണ്ടായിരുന്നു. അവിടെ പോയി ഏകദേശം 4 മണിക്കൂർ ഞാൻ രാത്രി മഴയത്ത് അവിടെ ഇരുന്നു. എന്നിട്ട് പിന്നെ സെക്കൻഡ് ചാർജ് ചെയ്തത് കരുനാഗപ്പള്ളി KCBയിൽ. എന്നെ സംബന്ധിച്ചിടത്തോളം ആ വണ്ടി അവിടെ കൊണ്ടുവെക്കാന്നുള്ള ടാസ്ക് ആയിരുന്നു. ഇവർക്ക് കൂടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? സജിത്ത് നോക്കി കാണുന്നത് EV യൂസേഴ്സിന്റെ പ്രോബ്ലത്തിനെയാണ്. പ്രോബ്ലം അല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഓൾറെഡി പ്രോബ്ലം സൊല്യൂഷന് വേണ്ടി നിങ്ങൾക്ക് പറ്റും. അപ്പം ഗവൺമെന്റ് ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്കറിയാം. അതായത് ഞാൻ സജിത്തിന് നെഗറ്റീവായിട്ട് പറഞ്ഞല്ല. സജിത്ത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ EV നിങ്ങൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ് നെറ്റ്വർക്ക് ഉണ്ട് കേരളത്തിൽ. അപ്പോൾ എന്തുകൊണ്ട് 2 വീലേഴ്സിനെയും കൂടി സപ്പോർട്ട് ചെയ്തുകൂടാ? 3.3 എന്ന് പറയുന്നതിൽ 4 മുതൽ 5 മണിക്കൂർ വരെ സമയം സ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ സമയം കൊണ്ട് നമുക്ക് കൊല്ലത്തെത്താം. എറണാകുളത്ത് നിന്ന് നമുക്ക് കൊല്ലത്തെത്താം. അതിന് പകരം ഒരു ഫാസ്റ്റ് ചാർജർ ഒരു 45 മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾക്ക് ചാർജ് ചെയ്ത് അടുത്ത ഹബ്ബിൽ നിന്ന് വീണ്ടും ഒരു ചായ കുടിക്കുമ്പോൾ ചാർജ് ചെയ്ത് പോവാം. കാരണം 2 വീലേഴ്സും ഓൾവേസ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഈ പോഡ്കാസ്റ്റ് ചിലപ്പോൾ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഇതിനുള്ള ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കാണാം. അടിപൊളി. അപ്പോൾ അങ്ങനെയുള്ള ഞാൻ EV എടുത്തത് ഇൻക്ലൂഡിങ് ഓല. ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് എൻ്റെ ഏത് ഒരു ഇതിലും ഞാൻ ഒരുപാട് നമ്മുടെ കിക്ക് സ്റ്റാർട്ടേഴ്സൊക്കെ കേട്ടിട്ടുണ്ടാകും. ഒരുപാട് സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് ഇവൻ അവരുടെ ഐഡിയ വന്നിട്ട് അത് വർക്ക് ചെയ്യോ ഇല്ലയോ എന്നൊന്നും അറിയാതെ ഞാൻ ഒരുപാട് ബാക്കേഴ്സ് ആയിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓല ഇലക്ട്രിക്കിൻ്റെ പ്രോജക്റ്റ് വന്നപ്പോൾ നേരിട്ട് വണ്ടി കാണാതെ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയത് എനിക്ക് അവരുടെ പ്രോജക്റ്റിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇങ്ങനൊരു സംഭവം നമ്മുടെ ഇന്ത്യയിൽ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സംഭവമായിരുന്നു. അപ്പം നമ്മളെപ്പോലെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്താലേ ഇവർക്കിത് മുന്നോട്ടുണ്ട്. അവരെ ഫ്യൂച്ചർ ഫാക്ടറി ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ അവരുടെ IPO ഓപ്പൺ ചെയ്തു. IPO ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ ഏകദേശം ഒരു 200 ഷെയർസിന് വേണ്ടി ഞാൻ ഇത് കൊടുത്തിട്ടുണ്ട്, അപേക്ഷ കൊടുത്തിട്ടുണ്ട്. മേ ബി കിട്ടുമായിരിക്കും. ഇതിനൊന്നും ഞാൻ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചിട്ടല്ല ചെയ്യുന്നത്. ഇത് ഇന്നോവേഷൻ്റെ ഭാഗമാകാം എന്നുള്ള ഒരു ഇതാണ്. ഇപ്പം നിങ്ങളുടെ കാര്യം എനിക്കറിയത്തില്ല. ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ നിങ്ങളടക്കം എത്രത്തോളം നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റും. ഇപ്പം ഇലക്ട്രിസിറ്റിയുടെ ചാർജ് നമുക്കറിയാം, KCB എത്ര വാങ്ങുന്നു. പിന്നെ ഒരുപാട് ക്വാളിറ്റിയുള്ള മിഷൻസ് വെക്കുന്നു. ഈ മിഷൻ്റെയൊക്കെ വില ഞാൻ റിസർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ നമുക്കറിയാം. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ കാണിക്കുന്ന ഈ ഒരു ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു സ്റ്റെപ്പാണ്. അത് മറ്റു പല ആളുകൾക്കും ഇൻസ്പിറേഷൻ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഇതിനകത്തൊരു ലീഡിങ് ഒരു പ്ലെയർ ആവുകയാണെങ്കിൽ അതിനകത്ത് ഒട്ടും അതിശയമില്ല. ഇങ്ങനെ ആളുകൾ EV ഇൻഡസ്ട്രിയെ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള രാജ്യങ്ങളെക്കാൾ വേഗത്തിൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, ദുബായിൽ സസ്റ്റൈനബിലിറ്റിയെ സപ്പോർട്ട് ചെയ്യുകയാണ് ഗവൺമെന്റ് കൂടുതൽ ചെയ്യുന്നത്. പക്ഷേ ചാർജിങ് നെറ്റ്വർക്കിൽ വളരെ വലിയ മാറ്റമൊന്നും കഴിഞ്ഞ 4-5 വർഷത്തിൽ വന്നിട്ടില്ല. നമ്മുടെ പ്രൈവറ്റ് സെക്ടേഴ്സിൽ മോളുകൾ ചാർജിങ് ഫ്രീ കൊടുക്കുന്നുണ്ട്. പക്ഷേ സെയിം KCB പോലാണ് അവിടുത്തെ ദീവ ഒരു ചാർജിങ് ഇത് വെച്ചിട്ടുണ്ട്. അവിടെ ബാക്കിയുള്ള ടാക്സിക്കാരെല്ലാം വന്നിട്ട് അത് ചാർജ് ചൈനീസ് മെഷീൻ. അത് നമ്മൾ ഒന്നിനെ ഇതാകുന്നില്ല. പക്ഷേ അത് ഏടായി പോയി കഴിഞ്ഞാൽ വേണ്ട രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, കൂടുതൽ ചാർജേഴ്സ് വരുന്നില്ല. ഇന്ത്യയിൽ കഴിഞ്ഞ വർഷം വന്ന സ്ഥിതിയല്ല ഞാനിപ്പോൾ വന്നത്. അടുത്ത വർഷം ഉറപ്പായിട്ട് ഇത് ഞാൻ ടെസ്ല കൊണ്ടുവന്നപ്പം പോസിറ്റീവ് മാത്രമല്ല വളരെ നെഗറ്റീവായിട്ടുള്ള ഇത് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. എൻ്റെ വണ്ടി കസ്റ്റംസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് ഏകദേശം 6-7 വലിയ പെട്രോൾ എൻജിൻ കാറുകളുടെ V8 എൻജിൻ കാറുകളുടെ ഇടയിലോ, V8 ഇല്ല, ഇപ്പോൾ V6 ഒക്കെ ആണല്ലോ, അതിൻ്റെ ഇടയിൽ ടെസ്ല വന്നപ്പോൾ ആളുകൾ പറഞ്ഞത് ഈ ഇറങ്ങി വന്ന വീഡിയോ തന്നെ നശിച്ചത് ഈ ടെസ്ല കാരണമാണ്. അതിൻ്റെ കാരണം അപ്പം ഞാൻ ആദ്യം സർപ്രൈസ്, ഞാൻ വിചാരിച്ച് തമാശ പറയാമെന്ന്. പിന്നെ അടുത്തത് ദേ വരുന്നു ഗാർബേജ്.
പിന്നെ ഭയങ്കര മോശമായിട്ടുള്ള ഇതാണ്. പക്ഷെ അപ്പം ഞാൻ വിചാരിച്ചു ഇത് ആ വീഡിയോ ഏകദേശം 5 ലക്ഷം 6 ലക്ഷം പേര് കണ്ടു. അപ്പം ഇത്രയും നെഗറ്റീവ് എങ്ങനെ ടെസ്ലയ്ക്ക് വന്നു എന്ന്, അതായത് ഒരാൾ പോലും അതിനകത്ത് ടെസ്ല എന്ന് പറയും. പിന്നെ ആരോ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അതുപോലെ ഒരെണ്ണം അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഇങ്ങനെ ഞാൻ അതിനകത്തൊന്നും പറയാതിരിക്കുമ്പം അവരിങ്ങനെ കൂടുതൽ ഇട്ടുകൊണ്ടിരിക്കും. അപ്പം കമൻ്റ് ഇട്ട എല്ലാവർക്കും ഞാൻ വളരെ സൗമ്യമായിട്ട് ബ്രോ ഞാൻ സെപ്പറേറ്റ് വരാനിരുന്നതാണ്, അവരിടയിൽ പെട്ടുപോയതാ, ഇനി അടുത്ത പ്രാവശ്യം മാറി വരാം. പിന്നെ ചിലർ ചോദിക്കുമ്പോൾ ആരാണ് ഈ ഗാർബേജ് കൊണ്ട്, ഞാൻ അത് ആ ഗാർബേജ് എൻ്റെയാണ്, നല്ല ബ്യൂട്ടിഫുൾ സാധനമാണ് എന്നൊക്കെ പറയുമ്പോൾ അവർ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കും, സോറി ബ്രോ ഞങ്ങൾക്ക് ഇലക്ട്രിക് കാർ ഇഷ്ടമല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറേ ആളുകൾ ഇലക്ട്രിക് കാർ ഇഷ്ടമല്ല, അതിൻ്റെ കാരണം എന്താന്ന് ഇങ്ങനെ വന്നു. ഇതേപോലെ ഒരിടത്ത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന നേരത്ത് ഖത്തറിൽ നിന്ന് കുറച്ച് കുട്ടികൾ വന്നിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് ഓടി വന്നു. അപ്പം ഞാൻ അവർ വരുന്ന ഇതിൻ്റെ കൗതുകത്തിൽ ഞാൻ എൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ചോദിച്ചു, ബ്രോ നിങ്ങൾക്ക് വണ്ടി ഇഷ്ടമാണ്? അപ്പോൾ പുള്ളി അവർ പറഞ്ഞു, ബ്രോ ഓണസ്റ്റ് ആയിട്ട് പറയാം ഞങ്ങൾക്ക് ഇലക്ട്രിക് കാർ ഇഷ്ടമല്ല. അപ്പം ചോദിച്ചു അത് ഞാൻ നിങ്ങളെ കാത്തിരുന്നേ, എന്താ കാരണം? അപ്പോൾ അവർ പറഞ്ഞു ഇതിന് സൗണ്ട് ഇല്ല, അതായത് സൗണ്ട് ഇല്ല ഇതിന്, പിന്നെ മറ്റേ പവർ ഇല്ല. ഞാൻ പറഞ്ഞു അത് നിങ്ങളിത് ഉപയോഗിച്ച് ഒരു വട്ടം ഉപയോഗിച്ച് നോക്കാഞ്ഞിട്ടാ. ഞാനിത് ചെറുതായിട്ട് ഓടിച്ചിട്ടുണ്ട്. ആ കുട്ടിക്ക് എനിക്ക് തോന്നുന്നു ഒരു 18 വയസ്സൊന്നും ആയിട്ടില്ല, 10-16 വയസ്സ്. അവർ യങ്സ്റ്റേഴ്സിന് ഒരു വിചാരമുണ്ട് വണ്ടിയില്ല, എൻജിൻ്റെ സൗണ്ട് കേട്ട് അതാണ് പിന്നെ യഥാർത്ഥ വണ്ടി, അതല്ലെങ്കിൽ അതാണ് ഒരു ലൈഫ് എന്നുള്ള രീതിയിലാണ്. ഞാൻ പറഞ്ഞു ഓക്കെ അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇലക്ട്രിക് കാർ ഇഷ്ടമല്ല, നിങ്ങൾക്ക് മറ്റേ വണ്ടിയാണ് ഇഷ്ടം, നമ്മളാരും അതിനൊന്നും പറയുന്നില്ല. പക്ഷേ ഇലക്ട്രിക് കാർ വാങ്ങുന്നവരെ മോശമായിട്ട് പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. അതെല്ലാം പറഞ്ഞ് ഞാൻ ഈ ക്ലിപ്പ് അങ്ങനെ തന്നെ ജെന്യൂനായിട്ട് എടുത്ത് ഇട്ട് തംബ്നെയിൽ കൊടുത്തത്, ആൾക്ക് ഇലക്ട്രിക് കാർ ഇഷ്ടമല്ല, എന്താ അതിന് കാരണമെന്ന് അറിയണോ? ആ ഒരൊറ്റ ക്ലിപ്പാണ് എനിക്ക് 1 മില്യൺ റീച്ച് എത്തിയത്. പക്ഷേ ഈ 1 മില്യണിൽ കൂടുതലും ഇലക്ട്രിക് കാറിനെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് എന്തോ സംശയങ്ങൾ പറഞ്ഞ് ഏറ്റവും അവസാനം അവർക്ക് മനസ്സിലായി ഒരു കാര്യം നമുക്ക് ഇഷ്ടമല്ല എന്ന് കരുതി അതിനെ മൊത്തം ജനറലൈസ് ചെയ്യുന്നത് തെറ്റാ. അത് പുതിയ തലമുറകളുടെയും ഇവിടുത്തെ ഒരുപാട് ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. വണ്ടികൾ ഓരോരുത്തരുടെ താല്പര്യങ്ങളാണ്. ഫാമിലിയിൽ ഒരാൾ വണ്ടി എടുക്കാൻ പോകുമ്പോൾ ഇലക്ട്രിക് കാർ എടുക്കാൻ പോകും, ഓ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ഇലക്ട്രിക് കാർ എടുത്താൽ പെട്ടുപോകും എന്ന് പറയുന്ന ആളുകളുണ്ട്. എന്നോട് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും നിങ്ങളുടെ ആവശ്യം നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതാണോ നല്ലത് അതെടുക്കുക. എന്നെ പോലെ ഇലക്ട്രിക് കാർ എടുക്കണമെന്ന് ഞാൻ പറയില്ല, ഞാൻ ഇഷ്ടം കൊണ്ട് വാങ്ങുന്നത്. ഇലക്ട്രിക് കാർ വാങ്ങി വർഷത്തിൽ 5000 കിലോമീറ്റർ ഓടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രം, പാഷനാണ് അത്. എനിക്കതിൻ്റെ ഞാൻ വാങ്ങിയ ഒരു വണ്ടിയും കൊടുക്കത്തുമില്ല, അങ്ങനെ കീപ്പ് ചെയ്യും. അപ്പം അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ബൈ ദ വേ സജിത്ത് വൺ ഓഫ് ദ വീഡിയോയിൽ ഞാൻ പറയുന്നത് കേട്ടു, ഒരു ഓൾ കേരള ട്രിപ്പ് പ്ലാൻ അല്ലേ, ഫ്രം 1 end to 1 end. എന്താണ് അതിന്റെ പ്ലാനുകൾ? അതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ ചോദിക്കും, ഞങ്ങൾ വണ്ടി ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് കണ്ടായിരുന്നു, കൊല്ലത്തോട്ട് വരുമോ അല്ലെ തൃശ്ശൂർക്ക് വരുമോ, നമുക്ക് വണ്ടി ഒന്ന് ഏതെങ്കിലും ഒരു സ്പോട്ടിൽ കൊണ്ടുവരുവാണെങ്കിൽ എല്ലാവർക്കും കൂടെ ഒന്ന് കാണാം. അപ്പം ഞാൻ കരുതി ഞാനിപ്പോൾ കറന്റ് വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്, അപ്പോൾ എല്ലാവർക്കും കാണാൻ ഒരു അവസരം കൊടുക്കുകയാണെങ്കിൽ ഇതൊരു റോഡ് ഷോ അല്ല, ജസ്റ്റ് നമ്മളൊരു ഡ്രൈവ് പോന്നു, അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ 1-2 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യും ഒരു സ്ഥലത്ത്. അത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പറയും നമ്മൾ ഇന്ന സ്ഥലത്തുണ്ട്, ആഗ്രഹമുള്ളവർ സമയമുള്ളവർ വന്ന് കണ്ടിട്ട് നേരിട്ട് കണ്ട് ഇതായിട്ട് പോകാമല്ലോ. നമ്മൾ ടെസ്ലയുടെ ഒരു എന്താ പറയാ പരസ്യം ചെയ്യുന്ന ആളുകൾ പ്രൊമോട്ടർ ഒന്നും അല്ല. നമ്മൾ ഈ അവർക്ക് ആഗ്രഹമുള്ള ഇതിൽ ഒരുപാട് പേര് ചോദിച്ചപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പോകാം. ഞാനിത് തീരുമാനിച്ചത് നമ്മളുടെ വയനാട് പ്രശ്നങ്ങൾക്ക് മുമ്പാണ്. ഇത് വന്നതിന് ശേഷം മാനസികമായിട്ട് നമുക്കൊരു ചെറിയ വിഷമമുണ്ട്. ഒരു കൂട്ടം ആളുകൾ വിഷമിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഇത് അടിച്ചു പൊളിക്കുകയോ അങ്ങനെയൊന്നുമല്ല. എന്നിരുന്നാലും ആ ഒരു ഇത് നിലനിൽക്കെ നമുക്ക് പറ്റുന്ന ആളുകൾക്ക് ഇതൊന്ന് കാണിക്കാനുള്ള ഒരു അവസരം അത്രേ ഉള്ളൂ. അത് മറ്റുള്ളവർക്കൊരു ഇൻസ്പിറേഷൻ ആവുകയാണ്. ഭാവിയിൽ ടെസ്ല എന്നല്ല മറ്റുള്ള വാഹനങ്ങൾ എടുക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ ആവാൻ. എലോൺ മസ്കിന് മലയാളം അറിയാമായിരുന്നെങ്കിൽ പുള്ളി ചിലപ്പോൾ ട്വീറ്റ് ചെയ്താണ് ഇത് കണ്ട്. ഇത്രയധികം ടെസ്ലയെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാൾ കേരളത്തിൽ നിന്ന്, പ്രത്യേകിച്ച് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഒരു വാലിന്റെ അറ്റത്താണല്ലോ. അതെ അതെ. ഈ ഒരു ഇതിൽ ഞാനിവിടെ വന്നിട്ട് പുറമേ നിന്ന് യൂസ് ചെയ്ത്, ഞാൻ വീട്ടിൽ നിന്നാണ് നോർമലി ചാർജ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നത്. ഞങ്ങളുടെ വീട്ടിൽ സിംഗിൾ ഫേസ് ആണ്, 3 ഫേസ് അല്ല. അപ്പം നമുക്ക് ഫാസ്റ്റ് ചാർജ് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിലും 3 point something ഇതേ കിട്ടുള്ളൂ. അതിന് എനിക്ക് പഞ്ചിന് പ്രോബ്ലം ഇല്ല, 3 to 4 hours കിട്ടും. പക്ഷെ ഞാൻ ടെസ്ല
2 ദിവസം വീട്ടിൽ ചാർജ് ചെയ്തു. അതിന് നിങ്ങൾ താമസിക്കേണ്ട തൊട്ടടുത്ത് 80 കിലോവാട്ട് ചാർജർ ഉണ്ടല്ലോ. ഉണ്ട്, ഞാൻ അവിടെ പോയാണ് ചെയ്യുന്നത്. എങ്ങനെയുണ്ട് ആ ചാർജർ? മിക്ക ചാർജറും പ്ലഗ് ചെയ്യുക, നമ്മൾ സ്കാൻ ചെയ്യുക. RFID കൊടുത്താൽ എന്റെ RFID ഇല്ല. ഈ ഷോയുടെ അവസാനം അതായിരിക്കും ഉറപ്പായിട്ടും. അപ്പൊ ഞാൻ ഈ ഒരു ഇത് സ്കാൻ ചെയ്യാൻ നേരെ പൈസ ഉണ്ടോ എന്ന് നോക്കും, അതിനകത്ത് അത് ചാർജ് ചെയ്ത്. പലപ്പോഴും ഞാൻ ഫുഡ് കഴിക്കാൻ പോകുമ്പം നമ്മൾ ഒരു 20 മിനിറ്റ് 30 മിനിറ്റിനാ ചാർജ് എക്സ്പെക്ട് ചെയ്തിട്ട് വരുന്നത്. ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേന് ഇതാ കഴിച്ചുകൊണ്ടിരുന്നു, കൈ കഴുകുന്നതിന് മുമ്പേ ഇത് പറയും ചാർജ് ആയെന്ന്. അപ്പം ഞാൻ ഒന്നുകൂടെ നമ്മുടെ ടെസ്ലയിൽ തന്നെ നമുക്ക് കുറച്ച് ബാക്കിയും കൂടെ ഫുള്ളാക്കാം. അപ്പം ഞാൻ അതുകൂടി ഇടും. പിന്നെ തിരിച്ചു വരുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ ഫാസ്റ്റായിട്ട് ചാർജ് വരുന്നുണ്ട്. എസ്പെഷ്യലി ഒരു വണ്ടി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളെങ്കിൽ കൂടുതൽ ചാർജ്. ഞാൻ എപ്പോഴും അത് നോക്കാൻ തുടങ്ങിയപ്പോൾ, കാരണം ഇപ്പൊ സീലാണല്ലോ കയ്യിൽ. അതെ അതെ അതെ. ഒരു വണ്ടി മാത്രമാണെങ്കിൽ ഞാൻ പെട്ടെന്ന് അവിടുന്ന് പിടുത്തം വിടാലോ എന്ന് കരുതി. പക്ഷേ ടാറ്റക്കാർക്ക് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമല്ല, അവർക്ക് മാക്സിമം ഏതോ ഒരു ഗ്രൂപ്പില് ഞാൻ 2 ദിവസം മുമ്പ് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു, ഇത്രയും വലിയ ചാർജേഴ്സ് വെച്ചിട്ട് എന്ത് കാര്യം, ഇവിടെ വരുന്നതെല്ലാം ടാറ്റയല്ലേ, ടാറ്റയ്ക്ക് കിട്ടുന്നത് 25 കിലോവാട്ടും 30 കിലോവാട്ടും. ടാറ്റ ഓൾറെഡി മീൻസ് നെക്സോണിന്റെ പുതിയ ഇതിലൊക്കെ 40ന്റെ മുകളിലേക്ക് റിസീവിംഗ് കപ്പാസിറ്റി ആയി വരാൻ പോകുന്നു. ഇപ്പോൾ ടെസ്ല അത്രയും വലിയൊരു കമ്പനിയും അത്രയും R&D ചെയ്തിട്ടാണ് വെഹിക്കിൾസ് ഇറക്കിയത്. കാരണം അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിൽ എല്ലായിടത്തും സമയത്തിന് തന്നെയാണ്. അവിടെ 3 മണിക്കൂർ നിന്ന് ചാർജ് ചെയ്യുന്നതും ആരും അഡോപ്റ്റ് ചെയ്യില്ല. അവർക്കെല്ലാം പെട്ടെന്ന് ചാർജ് ചെയ്യണം അടുത്ത പണിയിലേക്ക്. ദുബായ് ആണെങ്കിൽ അറിയാലോ, ബിസി ഷെഡ്യൂൾ തന്നെയാണ് ദുബായിലും. ഇനി ഇപ്പോൾ ടാറ്റയുടെ ഒരു കേസ് സ്റ്റഡിയിൽ തന്നെ ഞാൻ പല പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഇവർ ആദ്യം ഇറക്കിയപ്പോൾ 10-22 കിലോവാട്ട് ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് മാക്സ് എന്ന് പറഞ്ഞിറക്കിയപ്പോൾ ബാറ്ററി കൂടി. ബാറ്ററിയും ചാർജിങ് ആയിട്ട് നത്തിങ് ടു ഡു വിത്ത് ഇറ്റ്. കൂളിംഗ് സിസ്റ്റം ആയിട്ടാണ് അതിന്റെ ബേസിക്കലി അവർ R&D കോപ്പപ്പ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ വണ്ടി ഇറങ്ങിയപ്പോൾ 30-35, ഇപ്പം ഇറങ്ങിയ വണ്ടി 40-45. അടുത്ത കുറച്ച് കാലഘട്ടങ്ങൾക്കുള്ളിൽ ഗ്യാരണ്ടീഡ് ആയിട്ട്, എനിക്ക് തോന്നുന്നില്ല ആ വർഷങ്ങൾ അധികം ദൂരമാണെന്ന്, 2-3 വർഷങ്ങൾക്കുള്ളിൽ ഒരുവിധം എല്ലാ വണ്ടികളുടെയും റിസീവിംഗ് കപ്പാസിറ്റി 80-100ന്റെ അടുത്തെത്തും, ചെറുതാണെങ്കിലും. കാരണം ഇവിടെ സമയമാണ്. നമ്മുടെയൊക്കെ ശീലം എന്താണ്, 3 മിനിറ്റ് കൊണ്ട് 60 ലിറ്റർ ഫുൾ ടാങ്ക് അടിക്കുക, മൂന്നാറിലേക്ക് ടൂർ പോവുക. ഇതല്ലേ നമ്മുടെയൊക്കെ ശീലം. ഈ ശീലത്തിൽ നിന്ന് ഇന്നാള് ഞാൻ BYD ആദ്യമായി എടുത്ത സീലെടുത്ത ഒരു വ്യക്തിയുമായിട്ട് ഒരു ഇന്റർവ്യൂവിൽ പുള്ളി എന്നോട് പറഞ്ഞു, എനിക്ക് ഏറ്റവും കിട്ടിയ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, EV എടുത്തതിന് ശേഷം എൻ്റെ ജീവിതം വളരെ ചിട്ടയുള്ളതായി. അതെ, സത്യം. അത് അല്ലേ, നമുക്ക് പ്ലാൻഡ് ആയിട്ടാണ് നാളെ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഇന്നേ ചാർജ് ചെയ്ത് നമ്മൾ അതിന് ചിട്ടയായിട്ടാണ് പോകുന്നത്. ശരിയാ. മറ്റേത് നമ്മൾ പോകുന്ന വഴിക്ക് പെട്രോൾ അടിക്കുക, ചിലടത്ത് പമ്പ് ഇല്ലെങ്കിൽ കാനിൽ മേടിച്ചുകൊണ്ടിരാൻ പറ്റില്ലല്ലോ. പിന്നെ കുറച്ചുകൂടെ ഒരു കാര്യമുണ്ട്, നമുക്ക് മുമ്പൊക്കെ വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോൾ അവിടെ ആലോചിക്കും വെറുതെ പെട്രോൾ ഇതങ്ങനല്ല, നമുക്ക് വണ്ടി എടുത്ത് പോയിട്ട് വരാം. ഇപ്പം എല്ലാം കൊണ്ടും ഒരു നല്ല എക്സ്പീരിയൻസാണ്. പിന്നെ ഞങ്ങളുടെ തൃശ്ശൂരത്തെ വീടില്ലേ, അവിടെ ഒരു വൈഭവം എന്ന് പറയുന്ന റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ ഗോയിസിയുടെ ആദ്യം വെച്ചിരുന്ന ചാർജർ അപ്ഗ്രേഡ് ചെയ്തിട്ട് ഇപ്പം 60 കിലോവാട്ടാണോ 80 കിലോവാട്ടാണോ എന്ന് അറിയില്ല, പുതിയ ചാർജർ വെച്ചു. അതും ഒരു രക്ഷയില്ലാത്ത സ്പീഡാണ്. ഞാൻ അവിടെ ചാർജ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ വന്ന് ഫോട്ടോ എടുക്കും. അപ്പോൾ ഈ ടെസ്ല വന്നിട്ട് ഇത് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഞാനിത് എക്സ്പെക്ട് ചെയ്തിരുന്നു, പക്ഷേ ഇത്രയ്ക്ക് എക്സ്പെക്ട് ചെയ്തില്ല. എന്ന് വെച്ചാൽ കുറച്ച് ആളുകൾ ശ്രദ്ധിക്കുമെന്ന് അറിയാമായിരുന്നു. EV ഓൺ ചെയ്യുന്നവർ ഭയങ്കര വലിയ സന്തോഷത്തോടെയാണ് ഈ വണ്ടി കാണുന്നത്. കാരണം ഇവിടുത്തെ ഒരു ടിയാഗോനെ കുറിച്ച് വരെ നിങ്ങൾ ചില ഗ്രൂപ്പിലെ ചർച്ചകൾ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. അപ്പൊ ഇത്രയും ടെക്നോളജി ഉള്ള ടെസ്ല നമ്മുടെ ഗ്രൗണ്ടിലുണ്ടെങ്കിൽ അത്രയും ഒരു ക്രൗഡ് പുള്ളിങ് എന്തായാലും കിട്ടും. ടെസ്ല ഈസ് എ പ്രൂവൻ ടെക്നോളജി അല്ലേ. ഇപ്പൊ BYD ഇപ്പത്തെ സ്ഥിതിക്ക് നല്ലതാണെന്ന് നമുക്ക് പറയാം, പക്ഷെ അവർ ഗ്രൗണ്ടിൽ വണ്ടി ഇറക്കി തുടങ്ങിയിട്ട് 5 കൊല്ലത്തെ ചരിത്രത്തിന് താഴെയുള്ളൂ. പക്ഷെ ടെസ്ലയ്ക്ക് അങ്ങനെയല്ല. ടെസ്ല ഇസ് മോർ ദാൻ എ ഡെക്കേഡ്. പിന്നെ BYD പാസഞ്ചർ വെഹിക്കിൾ ഇറക്കിയിട്ടില്ല എങ്കിലും കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ഒരുപാടുണ്ട്. അവർക്ക് ട്രക്ക് ഉണ്ട്, വലിയ അവർക്ക് നല്ല പാരമ്പര്യമുള്ള അതായത് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ബാറ്ററി അതിലവർ സൂപ്പറാണ്. കാറിലേക്ക് വരുമ്പോൾ നമ്മളെപ്പോഴും എന്താണ്, കംഫർട്ടാണോ സേഫ് ആണോ ഇങ്ങനത്തെ സംസാരങ്ങളാണ് കൂടുതൽ വരിക. അതിലേക്ക് അവർ വന്ന് മാറി. കാരണം ചൈന ടെക്നോളജി നമ്മളെക്കാൾ എന്നോ. ഇനി ഒരു കാര്യം, ഒരു ഇൻഫർമേഷൻ കൂടെ ഞാൻ തരാം. BYD ടെസ്ലയെ ബീറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ കുറെ മോഡൽ ഇറക്കി. അവർക്ക് ഒന്നും വിറ്റ് പോകുന്നില്ല. അവർ ഇപ്പോഴത്തെ ചെയ്യുന്ന പരിപാടി എന്താണെന്ന്, ലീസ്റ്റ് ഓൺ എന്ന് പറയുന്ന ഓപ്ഷനിലാണ് വണ്ടി കൊടുക്കുന്നത്. അതായത് ടെസ്ല വേണമെങ്കിൽ നിങ്ങൾക്ക് മോർഗേജ് എടുക്കണം, നിങ്ങളുടെ ബാങ്ക് അപ്രൂവ് ചെയ്യണം, അങ്ങനെ ഒരു ഇതുണ്ട്. വിദേശ രാജ്യങ്ങളിൽ, മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ചെയ്ത സെയിം ഒരു ഫീച്ചർ ഇപ്പോൾ BYD ഇറക്കി ദുബായിൽ. നിങ്ങൾക്കൊരു വണ്ടി വേണോ, ആ വണ്ടി ഇവർ 36 മാസത്തേക്ക് ലീസിന് തരും. ഈ ലീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുത്തൻ വണ്ടിയാണ് നിങ്ങൾക്ക് തരുന്നത്. അത് കഴിയുമ്പോൾ അവർ അതിനൊരു സർട്ടൻ എമൗണ്ട് ഇടും. അതിനൊരു കിലോമീറ്റർ ക്യാപ്പ് ഉണ്ട്. ആ സർട്ടൻ എമൗണ്ട് ഇട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാം, അല്ലെങ്കിൽ അവർക്ക് തിരിച്ചു കൊടുക്കാം.
അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് കാരണം ഒരുപാട് പേരിപ്പം BYD-യിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ മൂവ് ചെയ്യുന്ന എല്ലാവരും സ്വന്തമായിട്ട് ചാർജിങ് സ്റ്റേഷൻ വീട്ടിലുള്ളവരാണ്. അല്ലാത്തവർക്ക് എടുക്കാൻ പറ്റില്ല BYD. അല്ലാത്തവർ ടെസ്ല. നിങ്ങളുടെ അറിവിലേക്ക് ഞങ്ങളൊരു കാര്യം പറയാം. ഞങ്ങളുടെ ഒരു 14ഓളം ചാർജിങ് പോയിന്റ്സ് 180 കിലോവാട്ടിന്റെ ദുബായിലല്ല അബുദാബിയിൽ അടുത്ത മാസങ്ങൾക്കുള്ളിൽ ഇൻസ്റ്റാൾ ചെയ്യും. അടിപൊളി. ദുബായിൽ എന്താണെന്ന് വെച്ചാൽ ദുബായിയുടെ കമോഡിറ്റി നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിയില്ല. ദീവയാണ് അതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അബുദാബിയിൽ ആസ് എ ചാർജ് പോയിന്റ് ഓപ്പറേറ്റർ ആയിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. പിന്നെ ഞങ്ങൾ ഓൾറെഡി 3-year-old കമ്പനിയാണ് ദുബായിൽ. സോ നമ്മൾ എടുത്തിട്ടുള്ളത് തന്നെ ചാർജ് പോയിന്റ് ഓപ്പറേറ്റർ എന്നുള്ള കാറ്റഗറിയിൽ എടുത്ത അപ്രൂവലാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ചാർജേഴ്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അധികം വഴുകാതെ ഒറ്റയടിക്കാണ് പവറും അവൈലബിലിറ്റി എല്ലാം കഴിഞ്ഞിട്ട് പാർക്കിംഗ് സ്ലോട്ടുകളിലാണ്. വലിയ കമ്മ്യൂണിറ്റി ആൻഡ് പബ്ലിക് മാളിന്റെ ഏരിയയിലാണ് അബുദാബിയിൽ. അബുദാബി നെറ്റ്വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ബി മൂവിങ് ടു അതർ ഏരിയാസ്. ദുബായ് ഒഴികെ ബാക്കിയുള്ള ഇതിന്റെ ഇടയ്ക്ക് ദുബായ് ഒരു ഗ്രീൻ ലൈറ്റ് തരികയാണെങ്കിൽ ദുബായിലും ചെയ്യും. അൾട്ടിമേറ്റ്ലി ഇപ്പൊ നേപ്പാളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതെ അല്ലേ? നേപ്പാളിൽ ഒരുപാട് ടെസ്ലയുണ്ട്. നേപ്പാളിൽ ഇഷ്ടം പോലെ ഉണ്ട്. അതെങ്ങനെ വന്നു? എനിക്ക് തോന്നുന്നു 150%, 200% ടാക്സ് അടയ്ക്കണം നേപ്പാളിൽ. നമ്മളെക്കാളും പൈസ കൂടുതലാണ്. സോ ദേ ആർ റിച്ച് പീപ്പിൾ. അവിടെ പിന്നെ ഇത്രയും എന്താ പറയുക പല ടെറൈൻസ് ആണ് അവർ ട്രാവൽ ചെയ്യുന്നത്. അവർക്ക് EV ആണ് ഏറ്റവും കൂടുതൽ. അവിടെ ഉപയോഗിക്കുന്ന മിനി ബസ്സുകൾ EV-കളാണ്. ട്രാൻസ്പോർട്ടേഷൻ EV-കളാണ്. പക്ഷെ വലിയൊരു സർപ്രൈസിങ് ഫാക്ടർ ഉണ്ട്. അവിടെ എങ്ങനെ ചാർജ് ചെയ്യണമെന്ന് അറിയാം. ചാർജറിന്റെ അടുത്തൊരു വ്യക്തി ഉണ്ടാവും. കയ്യിൽ കാശ് മേടിക്കും, പെട്രോൾ അടിക്കുന്നവരെ കുത്തി കൊടുക്കും, ചാർജ് ചെയ്യും, പോകും. അതാണോ ഈസി? നമ്മൾ ചെയ്യുന്നതാണോ ഈസി? നമ്മൾ ചെയ്യുന്നതല്ലേ ഏറ്റവും ഈസി ആയിട്ടുള്ള. ഒരാൾ കുത്തി കൊടുത്ത് ചാർജ് ചെയ്യാന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബിസിനസ് ആസ്പെക്റ്റിൽ നമ്മൾക്ക് എത്രമാത്രം ഓവർ ഹെഡ് വരും. ഞങ്ങളിത് ഫേസ് ചെയ്യുന്നതാണ്. ഞാൻ റിയാലിറ്റി പറഞ്ഞുതരാം. ഞങ്ങൾ വാലി പാർക്കിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ. പേര് ഞാൻ എടുത്ത് പറയുന്നില്ല. ഇവിടെ അവൻ ഒരു ദിവസം ലീവ് ആണെങ്കിൽ അവിടെ വന്നവര് ചിലവർ കുത്തിയിട്ട് വല്ലപ്പോഴും പോയി കളയും. ശരിയാണ്. അവൻ ഇല്ലെങ്കിൽ ചാർജ് ചെയ്യാൻ അറിയാത്തവരുണ്ട്. എഡ്യൂക്കേറ്റ് ആവില്ല. എഡ്യൂക്കേറ്റ് ആവണമെങ്കിൽ സെൽഫായിട്ട് ചെയ്യാം. ഇത്രയും കാലങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു 4-5 ഡെക്കേഡ്സ് ആയിട്ട് യൂറോപ്യൻ റീജിയനുകളിൽ ഗ്യാസ് സ്റ്റേഷനിൽ സെൽഫായിട്ടാണ് പമ്പ് ചെയ്യുക. അല്ലേ? ഇന്നും മിഡിൽ ഈസ്റ്റിലും ഇന്ത്യയിലും അത് പ്രാവർത്തികമായില്ല. 50 വർഷങ്ങളായിട്ടും ഇല്ലല്ലോ. മിഡിൽ ഈസ്റ്റിൽ ഒന്ന് ട്രൈ ചെയ്തു, പക്ഷെ അത് ഓട്ടോമേറ്റഡ് AI ഒക്കെ അല്ലാതെ ഒരു സമയത്ത് നമുക്ക് ഉണ്ടായിരുന്നു അഡ്നോക്ക്. അത് എന്ത് സംഭവം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞു നിങ്ങൾക്ക് ഇനി ഞങ്ങൾ സർവീസ് ചെയ്യണമെങ്കിൽ 10 ദിറംസ് എക്സ്ട്രാ കൂടുതൽ വേണം. അപ്പൊ എല്ലാരും 10 ദിറംസ് കൊടുത്ത് ചെയ്യാൻ തുടങ്ങി. ആർക്കും സെൽഫ് വേണ്ട. അപ്പൊ 50 ഡിഗ്രി സെൽഷ്യസിൽ പുറത്ത് പെട്രോൾ അടിക്കുക. അതെ. മറ്റേ ശരിയാ. ഞാൻ ഈ റീസെന്റ് ഇവിടെ അയർലൻഡിൽ പോയി, US പോയിട്ട് വന്നതേ ഉള്ളൂ. ഇവിടെ എല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നത്. നമ്മൾ തന്നെയാണ്. എല്ലാ ഗ്യാസ് സ്റ്റേഷൻസ് അങ്ങനെയാണ്. അത് കുറെ കാലങ്ങളായിട്ട് അങ്ങനെ. അപ്പൊ നമ്മളൊരാളെ വെച്ച് ശീലിപ്പിച്ചാൽ എന്താണ് പിന്നെ അവൻ പറയുന്നതാണ് അൾട്ടിമേറ്റ്ലി അവർ കേൾക്കുള്ളൂ. 1. 2 കസ്റ്റമർ കെയറിലേക്ക് ഇവർ വിളിച്ചു ചോദിക്കില്ല. പിന്നെ ഇവരില്ലാതെ ഇവർക്ക് ചാർജ് ചെയ്യാൻ കഴിയില്ല. ഇപ്പം എന്താ EV ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം പബ്ലിക് ചാർജിങ് സ്റ്റേഷനിൽ എങ്ങനെയാണ് ചാർജ് ചെയ്യേണ്ടത്. ഒരു ആപ്പ് ഉണ്ടാവും, അത് സ്കാൻ ചെയ്യുക, പൈസ എടുക്കുക, ചാർജ് ചെയ്യുക. ഇതിൽ ഏറ്റവും ഞാൻ നേരത്തെ എടുത്ത് ചോദിക്കാം, ആ കണക്ടിവിറ്റി ക്വൈറ്റ് ഫാസ്റ്റ് അല്ലേ? ഞങ്ങൾ അതാണ് മിനിമൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഗോയിസി അത് തന്നെയാണ്. ഗോയിസി മറ്റുള്ള ചാർജിങ് നെറ്റ്വർക്കിനെ അപേക്ഷിച്ചിട്ട് എനിക്ക് ഏറ്റവും ഇതായിട്ട്, എസ്പെഷ്യലി ഞാൻ ടെസ്ലയും ടാറ്റ പഞ്ച് EV ആണ് യൂസ് ചെയ്തത്. ഇന്നേ വരെ കണക്ഷൻ ഇറായിട്ട് എനിക്ക് പോകേണ്ട, മേ ബി ഞാൻ കുറച്ച് നാളല്ലേ വരുന്നുള്ളൂ. പക്ഷേ ഈ ഞാൻ കഴിഞ്ഞ മാസം ജൂലൈ 19 ടെസ്ല കിട്ടിയ അന്ന് മുതൽ ഇന്നേ വരെ 95% ഞാൻ ഗോയിസിയാണ് യൂസ് ചെയ്തത്. അതിൽ ഈ കണക്ടിവിറ്റി ഇഷ്യൂ എനിക്ക് വന്നിട്ടില്ല. അപ്പം ഞാൻ എല്ലാവരോടും അത് തന്നെ പറയുന്നത്, എല്ലാ വീഡിയോയിലും. പ്രശ്നങ്ങളില്ല എന്ന് പറയുന്നത് ഏറ്റവും വലിയ കള്ളത്തരാണ്. ഞാനത് പറയുന്നുണ്ടെങ്കിൽ ഞങ്ങളത് ഒരിക്കലും പറയില്ല. നമ്മളൊരു സർവീസ് ഓറിയന്റഡ് ആയി നടത്തുന്ന ഒരു സ്ഥാപനമാണ്. ഏറ്റവും തുച്ഛമായ പ്രോഫിറ്റിൽ നല്ല സർവീസ് കൊടുക്കാനാണ് കമ്പനി ശ്രമിക്കുന്നത്. ഞങ്ങൾ പൈസ യൂണിറ്റ്സിൻ്റെ കുറച്ച് സമയത്ത് പല ആൾക്കാരും കേരളത്തിലുള്ള പലവരും പറഞ്ഞു, നിങ്ങൾ പൈസ കയറ്റിക്കോ, അവർ ഒരാഴ്ച കൊണ്ട് പൈസ വീണ്ടും കൂട്ടുന്നതായിരിക്കും, നിങ്ങൾ അന്ന് പഠിക്കുന്നത്. ഇവിടെ ഒരു വാക്പോരിനോ ഒരു എന്താ പറയുക ഒരു യുദ്ധത്തിനോ അല്ല നമ്മൾ ഈ സർവീസ് നൽകുന്നത്. സർവീസ് എന്തിനാണ്? എന്നും സർവീസ് കൊടുക്കുന്നത് നമ്മൾ എപ്പോഴും അത് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയ രീതിയിൽ കൊടുക്കാനാണ്. നമുക്ക് എത്ര കംപ്ലയിൻസുകൾ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫീൽഡ് സർവീസാണ് വളരെ ഇഷ്ടം. ഈ ചാർജേഴ്സ് മേടിച്ച OEM-ൻ്റെ അവിടെ ട്രെയിൻഡ് ആണ് നമ്മുടെ എല്ലാ സർവീസ് ടീമുകളും, ഇൻക്ലൂഡിങ് ബാക്ക് ആൻഡ് സർവീസ് ടീമും
അതായത് ഇൻ ഹൗസിലിരിക്കുന്ന സർവീസ് ടൈമും ഫീൽഡിലുള്ള സർവീസ് ടൈമും. അപ്പോൾ അവർക്ക് ഇമ്മീഡിയറ്റ്ലി ഇത് കറക്റ്റ് ചെയ്യാൻ കഴിയും. എവറി 50 കിലോമീറ്റേഴ്സ് ഒരു സർവീസ് പേഴ്സൺ ഉണ്ട് ഗോയിസിക്ക് ഇന്ന് ഇന്ത്യയിൽ. ചാർജേഴ്സ് ഉള്ള സ്ഥലത്ത് കേട്ടോ, കേരളത്തിലാണെങ്കിൽ അറിയാം, എല്ലായിടത്തും ഉണ്ട്. അത്രയും പെട്ടെന്ന് നമ്മളത് അറ്റൻഡ് ചെയ്യാം. ഒരു ചാർജ് ചെയ്യാൻ, അതായത് നമ്മൾ ആഗ്രഹിച്ചിട്ടായിരിക്കും, കാരണം ഞാൻ ഏകദേശം 3 കൊല്ലത്തിന്റെ മുകളിലായി ഈ വണ്ടി ഉപയോഗിക്കുന്നു. നമ്മൾ ആഗ്രഹിച്ചിട്ടായിരിക്കും ഒരു സ്ഥലത്ത് ഒരു ആനന്ദഭവനിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചാർജും ചെയ്യാം, മസാല ദോശയും കഴിക്കാം. അവിടെ ചെല്ലുമ്പോൾ ഈ ചാർജർ വർക്ക് ചെയ്യാതിരിക്കണ്ടാവും. പിന്നെ നമ്മൾ നെക്ക് ടു നെക്ക് ആയിട്ടുണ്ടാവും അല്ലേ? ആ ഒരു ടെൻഷൻ നമ്മൾക്കേ അറിയുള്ളൂ. പക്ഷെ ഇന്നിപ്പോൾ ഇഷ്ടംപോലെ ചാർജേഴ്സ് ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെ ചാർജ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും, അതായത് ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ളത്. കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു. മാക്സിമം നമുക്കൊരു ലൊക്കേഷനിൽ എത്ര ചാർജിങ് ഗൺസ് വരെ കൊടുക്കാൻ പറ്റും? കേരള ഗവൺമെന്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ കേരളത്തിൽ 100 കിലോവാട്ട് വരെയാണ് LT താരിഫ് എന്ന് പറയുന്നത്, ലോ ടെൻഷൻ താരിഫ്. ഈ LT താരിഫിന് നമ്മൾ ഏത് താരിഫ് എടുത്താലും നമ്മൾ ചാർജർ ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും കണക്റ്റീവ് ലോഡിന്റെ ഒരു സർട്ടൻ ഫിക്സഡ് കോസ്റ്റ് നമ്മൾ ഗവൺമെന്റിന് മാസം അടയ്ക്കണം, ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും. ഈ LTയിൽ നിന്ന് 100 കിടന്നാൽ HD ആവും. 100 കിടന്ന് HD ആയാൽ 3 ഇരട്ടിയാണ് ഫിക്സഡ് കോസ്റ്റ്. 1000 രൂപയുടെ. അപ്പോൾ ഇത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഞങ്ങളിപ്പോൾ അതിന് വേണ്ടിയുള്ള കുറച്ച് അഫക്റ്റ് ബിറ്റ്സ് ഒക്കെ ഫയൽ ചെയ്തിട്ടുണ്ട്. ഇത് നേഷൻ നീഡാണ്, ഗോഡ്സ് ഓൺ കൺട്രി നീഡാണ്, അല്ലാണ്ട് ഞങ്ങൾക്ക് ഇതിൽ അമിത ലാഭം കൊയ്യാനല്ല. നമ്മുടെ പ്രൈസ് എല്ലാം സെയിം തന്നെ. അപ്പോൾ എന്താ, വലിയ വണ്ടികൾ പെട്ടെന്ന് ചാർജ് ചെയ്തു പോകും. പിന്നെ ഈ 80 കഴിയുമ്പോൾ സ്ലോ ചാർജിങ് ആവുന്നത് വലിയൊരു വിഷയമാണ്. അത് 80 കഴിയുമ്പോൾ സ്ലോ ചാർജിങ് ആവുന്നത് ഈ സെൽ ബാലൻസിങ്ങിന്റെ കാരണം കൊണ്ടാണോ? കറക്റ്റാണ്. സെൽ ബാലൻസിങ്ങിന്റെ ഒരു ഭാഗം, അതേമാതിരി തന്നെ കൂളിംഗ് മാനേജ്മെന്റ് സിസ്റ്റമാണ് രണ്ടാമത്തെ ഭാഗം. പക്ഷെ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ബിസിനസ്സിനെ മാറ്റി നിർത്തുക. 80 കഴിഞ്ഞ് 20% ചാർജ് ചെയ്യാൻ വേണ്ടി ഏകദേശം ആദ്യം എടുത്ത സമയത്തിന്റെ പകുതിയോളം സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ 0 വന്ന് നിൽക്കുന്ന വേറെ സുഹൃത്ത് നമ്മുടെ പിന്നിലുണ്ടാവും. അദ്ദേഹത്തിന് 10% മതിയാവും വീട്ടിലേക്ക് എത്താൻ വേണ്ടി. ഇദ്ദേഹം അത്രയും സമയം അവിടെ വേസ്റ്റ് ചെയ്ത് കളഞ്ഞിട്ടാണ് പിന്നെ ഇയാൾക്കൊരു സ്ലോട്ട് കിട്ടുന്നത്. അപ്പോൾ അതിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ കമ്പനി കുറച്ച് പുതിയ പ്ലാനുകളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. 80 ആവുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്ന പ്ലാനുകളും പ്രീപെയ്ഡ് പ്ലാനുകളും പല ഒരു ബിസിനസ് മൊഡ്യൂളായിട്ട് കൊണ്ടുവരും. പക്ഷേ ഇനി എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ ഇപ്പോൾ BYD പോലെയുള്ള വലിയ ടൈക്കൂൺസ് ഈ മാർക്കറ്റ് പിടിക്കുകയാണെങ്കിൽ ഇനി സെൽ ബാലൻസിങ് ഉണ്ടാവില്ല, ഒരു കൂളിംഗ് ഉണ്ടാവില്ല. അതിലും വലിയ ടെക്നോളജികൾ അടുത്ത് വരുന്ന കാലഘട്ടങ്ങളിലൊക്കെ വരും. ടെസ്ലയ്ക്ക് ഇതായത് ഈ 100% എത്തുമ്പോഴല്ലേ അതിനകത്ത് നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ തന്നെ ഒരു എസ്റ്റിമേറ്റഡ് ടൈം പറയും, കാണിക്കും. ആ ടൈം അക്യുറേറ്റ് ആയിരിക്കും. അതായത് 30 മിനിറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അതിനുള്ളിൽ തന്നെ തീരും. അതിൽ കൂടുതൽ പഞ്ചിന് ഞാൻ കണ്ടിട്ടുണ്ട് 30 മിനിറ്റ് കഴിഞ്ഞ് അവസാന 10 മിനിറ്റ് പിന്നെയും കാണിക്കുന്നത് 15 മിനിറ്റ് വേണം. ടെക്നോളജി ആവും. ടാറ്റയും ആ ഒരു തലങ്ങളിലേക്ക് എത്തും. കാരണം JLR ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ടാറ്റ തന്നെയാണല്ലോ, ജാഗ്വർ ലാൻഡ് റോവർ എല്ലാം. ഇപ്പം നേരത്തെ ഞാനതായിരുന്നു, ടെസ്ല മേടിക്കുമ്പോൾ എല്ലാം നമ്മൾ കസ്റ്റമൈസ് ചെയ്യണം എന്ന് പറഞ്ഞൊരു വാക്കുറയാണ്. സീറ്റ് മുതൽ കളർ മുതൽ അത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ ഒരു ട്രെൻഡ് ഞാൻ ശരിയാണോ എന്നറിയില്ല, എനിക്ക് കേൾക്കുന്നവർ ഞാൻ പറഞ്ഞ് ബലിപ്പിച്ചു എന്ന് പറയരുത്. എനിക്ക് തോന്നുന്നത് ഈ ട്രെൻഡ് ആദ്യമായി കൊണ്ടുവന്നത് JLR ആണ്, ജാഗ്വർ ലാൻഡ് റോവർ. അതിൽ ലാൻഡ് റോവറാണ് ആദ്യം വോഗിനും, വോഗ് എന്ന് പറയുന്ന ലോങ് വീൽ ബേസിന് വണ്ടിക്കൊരു വില, ബാക്കിയെല്ലാം കസ്റ്റമൈസിങ്. എല്ലാം കസ്റ്റമൈസിങ്. ഇന്നും അതേ മോഡല് BMW, മെഴ്സിഡീസ് ബെൻസ് ഒക്കെ വലിയ ഹൈ എൻഡിന് കോപ്പി ചെയ്ത് തുടങ്ങി. റോൾസ് റോയ്സ് എന്തായാലും ഉള്ളതാണ്. അപ്പോൾ എനിവേ, ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ കേരള ടൂർ വിത്ത് ടെസ്ല. സേഫ് ജേണി. ഗോയിസിയുടെ ഭാഗത്തുനിന്ന് എങ്ങനെയാണ് സഹായിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ഏത് രീതിയിലും ഏത് രാത്രിയും ഞങ്ങൾ കസ്റ്റമർ കെയർ ആയിട്ടും സർവീസ് ആയിട്ടും നിങ്ങളുടെ കൂടെയുണ്ട്. എല്ലാ ചാർജേഴ്സും എക്സ്പീരിയൻസ് ചെയ്യൂ. ഫീഡ്ബാക്കുകൾ, കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്കാണ് ഗോയിസിക്ക് എന്നും ലെസൺസിലാണ്. അതിനനുസരിച്ചാണ് കറക്റ്റ് ചെയ്യുന്നത്. ഞങ്ങൾ ഒരിക്കലും പറയില്ല ഞങ്ങളെല്ലാം ശരിയാണ്. ഞങ്ങൾ എന്നും തെറ്റുകൾ ചെയ്യുന്നു, അതിനെ ശരിയാക്കാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കുന്നു. അത് തരാൻ വേണ്ടിയാണ് ഞങ്ങൾ മുന്നിലേക്ക് പോകുന്നത്. മനസ്സിലായി. എന്തായാലും എനിക്ക് ഇവിടുന്ന് ഒരു മെസ്സേജ് വന്നപ്പോൾ തന്നെ വളരെ സന്തോഷമായി. എന്ന് വെച്ചാൽ നിങ്ങളെ പോലുള്ള ആളുകളെയൊക്കെ നേരിട്ട് ഇത് ആരാ ചെയ്യുന്നതെന്ന് പോലും നമുക്ക് അറിയില്ല. ഏതോ ഒരു ചാർജിങ് സ്റ്റേഷൻ്റെ ഫോട്ടോ ഇട്ടപ്പോൾ അവർ ഷെയർ ചെയ്യുന്ന കണ്ടു. അപ്പം നിങ്ങളുടെ അടുത്ത് വന്ന് ഇത്രയും നേരം എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. It's always our pleasure. And ഗോയിസിയുടെ ഭാഗത്തുനിന്ന് all the best. Thank you. Look after the red lady on the street of God's own country. Thank you. Take care. So much.